എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ്. ഇത് മത്തായിയുടെ സുവിശേഷം 3:17, ലൂക്കോസിൻ്റെ സുവിശേഷം 3:22. ഇത് രണ്ടും ഒരേ ഇൻസിഡൻ്റാണ്. യേശു ക്രിസ്തു 30 വയസ്സാകുമ്പോൾ സ്നാനമേൽക്കുകയാണ്, പരസ്യ ശുശ്രൂഷയ്ക്ക് മുൻപ്. യേശു വന്ന് എന്തിനാണെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. കാരണം പിതാപുത്ര പരിശുദ്ധാത്മാവ് കാലത്തികവിൽ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് നമ്മളെ രക്ഷിക്കാനാണ്. ദൈവവും മക്കളും എന്നുള്ള ഉന്നത പദവിയിൽ നിന്ന് നമ്മൾ മാറിപ്പോയി. അപ്പോൾ എനിക്ക് എൻ്റെ അപ്പൻ ആരാന്ന് അറിയത്തില്ല. നമ്മുടെ എല്ലാ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ അപ്പൻ ആരാണെന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ദ റൂട്ട്സ് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് നമ്മൾ കാണാം, ഈ ആഫ്രിക്കയിൽ നിന്ന് പണ്ട് കാലങ്ങളിൽ അവിടെയുള്ള ആഫ്രിക്കൻ കൊച്ചു പിള്ളേരെ അപ്പനെ അമ്മയെന്ന് പിടിച്ച് പറിച്ച് അവർ അമേരിക്കയ്ക്ക് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഒരു തലമുറ 2 തലമുറ ആകുമ്പോഴത്തേക്ക് അവരവിടെ നല്ലതായിട്ട് പ്രോസ്പറസ് ആകും. ആ ടൈമിൽ ഒരു മനുഷ്യന് അയാളുടെ റൂട്ട് കണ്ടുപിടിക്കുക, അയാൾ എവിടെ നിന്നാണ് വന്നതെന്ന് കണ്ടുപിടിക്കാൻ തിരിച്ച് യാത്ര ചെയ്തു. ആ ഒരു ബുക്കാണ് റൂട്ടെന്ന് പറയുന്നത്. അയാൾ തിരിച്ചു പോയി അയാളുടെ അപ്പൻ്റെ അപ്പൻ ആരെന്നും അയാളുടെ കുടുംബം എന്തെന്നും അയാളുടെ വീട് ഏതെന്നും ഒക്കെ അയാൾ മനസ്സിലാക്കി. അപ്പോൾ അടിമ വ്യാപാരത്തിൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണ് ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്നതെന്നറിയാമോ? അപ്പം നമുക്കെല്ലാവർക്കും നമ്മുടെ റൂട്ട്, അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ ആരുടേത് എന്നറിയാൻ നമുക്കുള്ളിൽ ഒരു ജിജ്ഞാസയുണ്ട്, ഒരറിവ്. അത് നമ്മുടെ എല്ലാത്തിനും ഉള്ളിലുള്ള DNA-ക്കകത്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം പാപം ചെയ്തതോടെ മാറിപ്പോയി. കാരണം ദൈവം അതിവിശുദ്ധനാണ്. ദൈവം വിശുദ്ധനാകിയാൽ പാപത്തിൽ ജീവിക്കുന്ന നമ്മളുമായിട്ട് ബന്ധമില്ല. അപ്പം പിതാവിൻ്റെ ദുഃഖം കണ്ടിട്ടാണ് പിതാവ് പുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നത്. അങ്ങനെ ഒരു ജോലി കൊടുത്ത് വിട്ട പുത്രൻ ഭൂമിയിൽ വന്ന് 30 വർഷവും ഓരോ വയസ്സ് കഴിയുമ്പോഴും പ്രായമായപ്പം യേശു പിതാവിനോട് ചോദിച്ച് കാണണം, ഈ വർഷമാണോ എൻ്റെ ജോലി, ഇപ്പോഴാണോ എനിക്ക് വെളിപ്പെടേണ്ട സമയം, ഇപ്പോഴാണോ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്, ചോദിച്ച് കാണണം അപ്പനും മകനും. അപ്പോഴെല്ലാം പിതാവ് പറഞ്ഞു കാണും, സമയമായില്ല. 30 വയസ്സ് വരെ, കുറഞ്ഞത് ഒരു 20 വയസ്സ് തൊട്ട്, ഇല്ല 18-17 വയസ്സ് തൊട്ട് നമ്മൾ ചോദിക്കും, എന്തിനാ വന്ന്, ഇപ്പം ചെയ്താൽ എന്നെ, ഇപ്പം ചെയ്താൽ നമ്മൾ ചോദിക്കും. പക്ഷെ അപ്പൻ അനങ്ങിയില്ല. പിതാവാം ദൈവം 30-ാം വയസ്സിലാണ് യോഹന്നാൻ സ്നാപകനെ മുൻപേ അയച്ചിട്ട് യോഹന്നാൻ സ്നാപകനാൽ യേശുവിന് സ്നാനം കൊടുക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതായത് യേശു ക്രിസ്തു അനന്തരം യേശു യോഹന്നാനാൽ, ഞാൻ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 3:13, അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്നും യോർദാൻ കരെ അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, നീയാണ് എനിക്ക് സ്നാനം. അപ്പോൾ യോഹന്നാനും അറിയുന്നില്ല, യോഹന്നാൻ ആത്മാവിലാണ് പറയുന്നത് ആവശ്യം. പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നു എന്ന് പറഞ്ഞു യേശു അവനോട്. ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം ഒരു ദൈവത്തിൻ്റെ നീതി നിവർത്തിപ്പിനു വേണ്ടി പഴയ നിയമകാലത്ത് ദൈവം തമ്പുരാൻ തന്നെ തൻ്റെ മകനെ വെളിപ്പെടുത്താൻ വേണ്ടി യോഹന്നാൻ സ്നാപകനെ മുൻപേ വിട്ട് സ്നാനം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ സ്നാനത്തിൽ യേശു വന്ന് നിൽക്കുമ്പോൾ യോഹന്നാൻ്റെ ആത്മാവിനെ ചോദിക്കുകയാണ്, എനിക്കല്ലേ സ്നാനം ആവശ്യമുള്ളതെന്ന്. അപ്പോൾ യേശു പറയുന്നില്ല, നിയമപ്രകാരം ഇത് ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറിയ അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാ പ്രാപന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ട്. പിതാവാം ദൈവം സ്വർഗം തുറന്ന് തൻ്റെ പുത്രനെക്കുറിച്ച് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന സമയമാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണിത്. അത് പരസ്യ ശുശ്രൂഷയ്ക്ക് മുൻപേ യേശു ക്രിസ്തു സ്നാനമേറ്റു. ദൈവപുത്രന് പിതാവിൻ്റെ ഇഷ്ടപ്രകാരം പരസ്യമായിട്ട് സ്നാനം ഏറ്റെടുത്തു കഴിഞ്ഞ് പരസ്യ ശുശ്രൂഷയ്ക്ക് പോകുന്നു എങ്കിൽ അത് നമ്മുടെ മുമ്പിലൊരു ദൃക്സാക്ഷിയാണ്. നമ്മളത് ചെയ്യേണ്ടതാണോ എന്നും നമ്മുടെ ആത്മാവിനോട് ചോദിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ വഴിത്തിരിവ് വരുമ്പം കർത്താവ് പറയും, ഇത് മോളെ ചെയ്യേ
ഇത് നല്ലതാണ് എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നെങ്കിൽ നമ്മളത് അനുസരിക്കുമ്പോഴാണ് അടുത്ത അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു വരുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന യേശുവിനെ കൊണ്ടുപോയി യേശു പിന്നെ 40 ദിവസം ഉപവസിക്കുന്നതും പിശാച് വന്ന് പരീക്ഷിക്കുന്നതും പരിശുദ്ധാത്മാവാണ് കൊണ്ടുപോകുന്നത് മരുഭൂമിയിൽ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ കൺമോഹം, ജഡമോഹം, ജീവനപ്രദാവ്, ഇത് മൂന്നിലും ആദ്യ ആദം തെറ്റിയിടത്ത് രണ്ടാം ആദമാകുന്ന ക്രിസ്തു വചനം കൊണ്ട് ജയിക്കിയതാണ്. അത് തന്നെയല്ല, നമ്മുടെ പാപത്തിന് വേണ്ടി അവൻ തന്നെത്താനെ യാഗമായിട്ട് മാറ്റി. അതിൻ്റെ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ ക്രിസ്തു ക്രൂശുമരണം ഏറ്റതോടുകൂടി അവസാനം യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞൊരു പോയിൻ്റ് ഇതാണ്. പിതാവ് വിളിച്ചു സകലതും പൂർത്തിയാക്കി. സകലതും പൂർത്തിയാക്കി എന്ന് പറഞ്ഞത് പിതാവ് എന്തിന് പുത്രനെ വിട്ടോ ആ ജോലി തീർത്തിരിക്കുന്നു. അതായത് പിതാവിൽ നിന്ന് നഷ്ടമാക്കിയ തൻ്റെ സ്വന്തം മക്കള് പാപത്തിനടിമയായി പിശാചിന് അടിമത്വത്തിൽ കിടക്കുന്നവരെ കർത്താവ് സ്വന്തം പുത്രൻ തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് മറുവിലയായിട്ട് കൊടുത്ത് നമ്മളെ വാങ്ങിച്ച് കഴിഞ്ഞു. ഇറ്റ്സ് എ ഡൺ ഡീൽ. തീർന്നതാണ് കാര്യം. ഇനി അതിന് വേറെ കാര്യമൊന്നും ചെയ്യാനില്ല. ഇറ്റ്സ് ഫിനിഷ്ഡ് വർക്ക്. പിന്നെ നമ്മൾ അതിനോട് അത് ചേർക്കണം ഇത് ചേർക്കണം എന്ന് പറയുന്നതൊന്നും ശരിയല്ല. ഇത് പറയുന്നത് വിശ്വസിക്കുക. പുത്രൻ നമുക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞു എങ്കിൽ, ഞാൻ പുത്രനിൽ മറഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവനോട് ചേർന്ന് ജീവിക്കണം. അപ്പോഴാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് യേശുവിനെ വിളിച്ചതുപോലെ തന്നെ ദൈവം നമ്മളെയും വിളിച്ചു പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രി, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. ആ ഒരു വാക്യം കേൾക്കാൻ നമുക്ക് പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാനൊക്കത്തില്ല. ദൈവം, പിതാവാം ദൈവം നമുക്ക് വാക്ക് തരണം, പരിശുദ്ധാത്മാവ് കൺഫേം ചെയ്യണം, യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൽ നമ്മൾ നിറഞ്ഞിട്ട് വേണം പരീക്ഷ ജയിക്കുക. അതുകൊണ്ടാണ് ഈ വലിയ സുവിശേഷകന്മാർ എത്രയോ വലിയ ഉന്നത പദവി എന്നിട്ട് വിടോന്ന് താഴോട്ട് വീഴും. ബിക്കോസ് അവർ ദൈവശബ്ദം കേൾക്കുന്നതിൽ നിന്ന് മാറിപ്പോകുന്നു. അതുകൊണ്ട് ഉയർച്ച കൂടുന്തോറും വീഴ്ചയ്ക്ക് ആഴം കൂടും. നമ്മൾക്കിതെങ്ങനെ പരീക്ഷയ്ക്ക് നമുക്ക് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ, ഞാനിത് അനുഭവത്തിൽ ഞാൻ 2-3 അനുഭവങ്ങൾ എനിക്ക് ഈ വചനം ദൈവം തന്നേ പിന്നെ ദൈവം നമ്മൾ തന്നെ നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ അവർ നടക്കാത്തപ്പോൾ നമ്മളവരെ കുറ്റം പറയും. അതെന്താ റെസ്പോൺസിബിൾ ചെയ്യാത്തത്, അതെന്താ ഇത് ചെയ്യാത്തത്, അതെന്തിനാ അങ്ങോട്ട് പോയത്, ഇതതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചു, നമ്മൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ പറയുമ്പോൾ ദൈവത്തിന് സങ്കടം. കാരണം ദൈവത്തിന് നമ്മുടെ മക്കൾ തൻ്റെ സ്വന്തം മക്കൾ യേശുവിനെ പോലെയാണ് ഇപ്പോൾ കാണുന്നത്. ക്രിസ്തുവിന് ഏതെല്ലാം വരങ്ങൾ കൊടുത്തിട്ടുണ്ടോ യേശുവിൽ നമ്മളാകുമ്പോൾ ദ റൈറ്റ്വസ്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇംപ്യൂട്ടഡ് ടു അസ്. അതായത് ക്രിസ്തുവിൻ്റെ സകല നന്മയുടെയും അതായത് നീതിയും നമുക്ക് അട്രിബ്യൂട്ട് ചെയ്ത് തന്നു. അപ്പം ദൈവം നീതിയുള്ളവനാണെന്നും സത്യമുള്ളവനാണെന്നും നമ്മൾ മനസ്സിലാക്കുമ്പം നമ്മുടെ മക്കളും നമ്മളും ആ റെപ്ലിക്കയാണ്. പക്ഷേ ജഡത്തിൽ ശരിയാകുന്നില്ല, പക്ഷെ ആത്മീക തലത്തിൽ നമ്മൾ ആ തലത്തിലാണ്. അപ്പം നമ്മൾ മക്കൾ വഴിതെറ്റി നടക്കുമ്പോഴും നമുക്ക് ചൊല്ലിക്കൊണ്ടേ ഇരിക്കാം, ദൈവമേ സ്വർഗത്തിൽ ഇവനെക്കുറിച്ച് പറയുന്നത് ക്രിസ്തുവിൽ ഇവൻ ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ദൈവത്തിൻ്റെ പ്രസാദമുണ്ട്. പക്ഷെ ഇവൻ്റെ ഉള്ളിലുള്ള അന്തരാത്മാവിൽ ഇവൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ പിശാച് സകല തന്ത്രം വെച്ച് വാതിലടച്ചു വെച്ചിരിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഈ കുഴിയിൽ കിടക്കുന്ന ഈ മക്കൾക്ക് അല്ലെങ്കിൽ പുരുഷൻ ആരെങ്കിലും ആയിക്കോട്ടെ അവർക്ക് തനിയെ ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. അതൊക്കത്തില്ല. ജോസഫിനെ പിടിച്ച് പൊട്ടക്കിണറിൽ ഇട്ടു. അപ്പോൾ ആ കിണറിൻ്റെ ഷേപ്പ് ഒരുതരം കുടത്തിൻ്റെ ഷേപ്പായി. എങ്ങനെ വിചാരിച്ചാലും മേളിക്കറി വരാൻ ഒക്കൂല. ഓരോ വ്യക്തിയും വീഴുന്നത് ഇങ്ങനെയാണ്. അവരറിഞ്ഞുകൊണ്ടല്ല പലപ്പോഴും വീഴുന്നത്. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ആരും കുഴി ചെന്ന് വീഴത്തില്ല. അപ്പോൾ ഈ അറിയാതെ പിശാച് കൊണ്ടുപോകുന്ന വലയ്ക്കകത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മളും കൂടെ കുറ്റം പറയാതെ ഇവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതും ദൈവത്തിൻ്റെ വിളിയുള്ളവരുമായ ഈ കുഞ്ഞുങ്ങളെ കർത്താവേ നിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറച്ചിട്ട് അവരെ നേർവഴിക്ക് നടത്തണമെന്നും ഇവൻ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ തന്നെയാണ്, ദൈവത്തിൻ്റെ പ്രസാദം ഇവൻ വീണിരിക്കുന്നു എന്ന് യേശുവിൻ്റെ വചനം നമ്മൾ അവൻ്റെ മക്കളുടെ മേൽ, നമ്മുടെ മക്കൾ ദൈവം തിരഞ്ഞെടുത്ത നമ്മുടെ മക്കളുടെ മേൽ അയച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ആശയ്ക്ക് വിരോധം. കാണുമ്പോൾ ഇതൊന്നും പറയാൻ തോന്നിക്കുന്നില്ല.
ഇതിച്ചിരി ഡീപ്പാണ്, ആർക്കും ചെയ്യാൻ. ഇപ്പം ഞാൻ പറയുന്നെങ്കിലും ഞാൻ പറയുന്ന മക്കളനുസരിച്ചില്ല, എനിക്ക് വേറെ ചിന്ത കയറി വരും. പക്ഷെ അങ്ങനെയല്ല, അത് ദൈവം റിപ്രിമെൻഡ് ചെയ്യുന്നത്, കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാ പറയുന്നത്, ഇവൻ എൻ്റെ മകനാണ്, നീ എന്തിനാ അവനെക്കുറിച്ച് കിടന്നുകൊണ്ട് വിഷമിക്കുന്നത്? ഞാനല്ലേ നോക്കേണ്ടത്. യു ജസ്റ്റ് പ്രൈസ്. കുഞ്ഞുങ്ങളെ തന്നതിന് സ്തുതിക്ക്. ദൈവം അവരെ കൊണ്ടുപോകുന്ന വഴിയിൽ ദൈവം എന്തോ പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ച് കഴിയുമ്പം അവരെ നേർവഴിക്ക് കൊണ്ടുവരും. അപ്പം നമ്മൾക്ക് ജോസഫിൻ്റെ അമ്മയുണ്ടായിരുന്നേ പറഞ്ഞേന്, എന്തിനാ നിങ്ങൾ ഭക്ഷണം കൊടുത്ത് അങ്ങോട്ട് വിട്ടോന്ന് ചോദിച്ചേന്. ജോസഫിന് അമ്മയില്ലായിരുന്നു, നന്നായി. അമ്മയുടെ കാര്യമൊന്നും എഴുതിയിട്ടില്ല അവർ. ഓരോ വ്യക്തിയിലും അവരുടെ അമ്മമാരുണ്ടെങ്കിൽ ദൈവവേലയ്ക്ക് തടസ്സം നമ്മൾ തന്നെയാണ് പലപ്പോഴും നിൽക്കുന്നത്. നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാം. കർത്താവേ, നീ തിരഞ്ഞെടുത്ത മക്കളാണെങ്കിൽ, ഇവരെ നീ പറിച്ചൊല്ലി വിളിച്ചവരാണെങ്കിൽ അവർ നിൻ്റെ അടുക്കൽ തന്നെ എത്തിവരും. അതുവരെ എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. നിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നാൽ ഞാൻ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തന്നാൽ അതുപോലെ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഉപദേശം തരും, അല്ലേ അതിനറിയാവുന്നവരെ കാണിച്ചു തരും. അങ്ങനെ പ്രാർത്ഥിക്കണം. സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു പാസ്റ്റർ ആകുമ്പോൾ തന്നെ എൻ്റെ അടുക്ക വന്നു. ആ മനുഷ്യൻ്റെ അടുത്ത ലെവലിലോട്ട് കയറാൻ ലെവലായി. അദ്ദേഹം ഒരു ചെറിയ ഒരു പ്രേയർ ഗ്രൂപ്പ് നടത്തുന്നൊരു വ്യക്തിയാണ്, ഒരു ടീച്ചറാണ്. ജീവിക്കാൻ ടീച്ചറായിട്ട് ജോലിയും ചെയ്യും, ബാക്കി സമയം ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന ആളാണ്. ആ മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്ന് സങ്കടം പറയുമ്പോൾ നമ്മളത് കേട്ടിട്ട് ആ വിഷമഘട്ടത്തിൽ അവരോട് കൂടെ നിന്നിട്ട് അവരെ അടുത്ത വഴി കാണിക്കാനുള്ള വാതിൽ തുറന്നോട്ട്. അല്ല, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ പാപം ദൈവം ക്ഷമിക്കത്തില്ല എന്ന് വിചാരിക്കാതെ, ഏത് പാപമാണെങ്കിലും നിങ്ങളുടെ പാപം രക്താംബരം പോലെ ചുവപ്പാണെങ്കിലും അപ്പോൾ ഹിമം പോലെ വെളുക്കും, ഇല്ലേ? അങ്ങനെയാണ് കർത്താവ് വചനം പറയുന്നത്. കാർമുകിൽ പോലും നിൻ്റെ പാപമാണെങ്കിലും ഞാൻ അവയെ തുടച്ച് നീക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ രക്തം വീഴുമ്പോൾ കഴുകാൻ വയ്യാത്ത ഒരു പാപവും ഇല്ലെന്ന്. വല്ലതുകൊണ്ട് ഇപ്പോൾ അങ്ങ് ക്ഷമ ചോദ്യര്. അങ്ങനെ നമ്മൾ പറഞ്ഞ് അവരെ കൊണ്ട് ക്ഷമ ചോദിപ്പിച്ച് കഴിയുമ്പോൾ അടുത്ത വഴി അവർക്ക് തുറന്നു കൊടുക്കുകയാണ്. ഓരോ സങ്കടഘട്ടത്തിലും പ്രയാസഘട്ടത്തിലും അതൊരു നാരോ റോഡായിട്ട്, നാരോ വഴിയായിട്ട് അടുത്ത ദൈവീക പ്രവർത്തനത്തിലേക്ക് കയറുന്നതിനുള്ള ഒരു പരീക്ഷണമായിട്ട് നമ്മൾ കാണാമെങ്കിൽ നമ്മുടെ തലമുറകൾ നമ്മൾ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. അനുഗ്രഹിക്കുക. രാവും പകലും ഇടതും വലതും മുൻപും പിൻപും വചനമെടുത്ത് അവരെ അനുഗ്രഹിക്കുക. അതിനറിയാൻ വയ്യാത്തവർ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന് 1-14 തൊട്ട് സങ്കീർത്തനം 110, അതുപോലെ സങ്കീർത്തനം 149, അതുപോലെ മക്കളെ അനുഗ്രഹിക്കുന്നത് 127, ഇങ്ങനെ പലതുണ്ട്. എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നാഥ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവാം ദൈവം യേശുക്രിസ്തുവിനെക്കുറിച്ച് തൻ്റെ സ്നാനമേറ്റ് പുറത്തു വന്നപ്പോൾ എൻ്റെ മേൽ അയച്ച ദൂതാണത്. അതിന്ന് ഞങ്ങൾക്ക് നിൻ്റെ നാമത്തിൽ പുത്രനെ സ്വീകരിക്കുമ്പോൾ ജഡീക പാപ സ്വഭാവങ്ങളുണ്ടെങ്കിലും ആത്മീക തലത്തിൽ ഞങ്ങൾ നിൻ്റെ മക്കളായി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രൻ, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പല പ്രാവശ്യവും ഈ പഴയ മനുഷ്യൻ പിന്നെയും പൊങ്ങി വരും. കാരണം അത് എളുപ്പമല്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് തലമുറകളെ അനുഗ്രഹിക്കാൻ ഇവൻ എൻ്റെ അനുഗ്രഹമാണ്. ഇവനെൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയായിട്ട് ദൈവം എഴുതിയിരിക്കുകയാണ്. കർത്താവിൻ്റെ കൈകളിൽ മേൽ അവനെ വരച്ചിരിക്കുകയാണ്. അവൻ്റെ മേൽ പ്രകാശം ഇപ്പോൾ ഉദിച്ചിരിക്കുന്നു. നേർവഴിക്ക് അവൻ തിരിച്ചു കടന്നു വരുന്നു. സത്യവചനം കേൾക്കുന്നതിന് വചനം അവന് തേനിലും തേൻകട്ടയിലും മധുരമേറിയ വചനമായി മാറിയിരിക്കുന്നു. അതിലവൻ സന്തോഷിക്കുന്നു. രാവും പകലും അതിൽ സന്തോഷിക്കുന്നു. സങ്കീർത്തനം 1 അവൻ്റെ മേലേക്ക് അയക്കുന്നു. ഇങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ അവനെ കുളിപ്പിച്ച് നിർത്തുമ്പം ക്രമേണ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സാച്ചുറേറ്റ് ചെയ്ത് അവരെ തിരിച്ചു കൊണ്ടിരുന്നതായിട്ട് ഞങ്ങൾ കാണുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ തലമുറകളോട് കരുണ തോന്നി. അടുത്ത തലമുറകളുടെ ദൈവം, അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം ഞങ്ങളുടെ തലമുറകളെ നിൻ്റെ കൈവച്ച് അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.